ചൈതന്യമായി വന്നിടേണമേ, ആത്മചൈതന്യമായി വന്നിടേണമേ. ഒരു നൂറ്റാണ്ടിന്റെ ആത്മപ്രേഷിതൻ മോൺസിഞ്ഞോർ CJ വർക്കി. 1921 ജൂൺ 11. ഒരു കാലഘട്ടത്തിന്റെ സുഹൃതം കേരള മണ്ണിൽ പിറന്നു വീണ പുണ്യദിനം. പാലായിലെ കുഴികുളത്തിൽ ഔദച്ചേട്ടൻ എന്ന ജോസഫിന്റെയും അന്നമ്മയുടെയും 8 മക്കളിൽ 7ാമത്തവനായി കുഞ്ഞുവർക്കി ജനിച്ചു. ആശാൻ കളരിയിലെ പഠനവും വലവൂർ ഗവൺമെന്റ് പ്രൈമറി സ്കൂളിലെ പ്രാഥമിക വിദ്യാഭ്യാസവും പൂർത്തിയാക്കി. പാലാ സെയിന്റ് തോമസ് ഹൈസ്കൂളിൽ നിന്നും 10ാം തരം പാസ്സായി. പഠിക്കാൻ മിടുക്കനായിരുന്ന കുഞ്ഞുവർക്കിയെ അക്കാലത്ത് ഇംഗ്ലണ്ടിൽ വിട്ടുവരെ പഠിപ്പിക്കാൻ മാതാപിതാക്കൾക്ക് ആഗ്രഹമുണ്ടായിരുന്നെങ്കിലും കുഞ്ഞുനാളിൽ തന്നെ പൗരോഹിത്യത്തിന്റെ മഹനീയത തിരിച്ചറിഞ്ഞ് ഇദ്ദേഹം ഒരു മിഷണറി വൈദികനാകാനുള്ള ആഗ്രഹത്തോടെ മിഷൻ രൂപതയായ കോഴിക്കോട് രൂപതയിൽ ചേർന്ന് മംഗലാപുരം സെമിനാരിയിൽ ആദ്യ പഠനം പൂർത്തിയാക്കി. മാർച്ചിൽ ആലുവ സെമിനാരിയിൽ നിന്ന് ദൈവശാസ്ത്ര പഠനം പൂർത്തിയാക്കി. പ്രേക്ഷിത തീഷ്ണതയുടെ നിറവിൽ അഭിവന്യ ജോസഫ് അട്ടിപ്പേറ്റി മെത്രാപ്പൊലീത്തായുടെ കൈവയ്പ് ശുശ്രൂഷ വഴി പുരോഹിതനായി അഭിഷേകം ചെയ്യപ്പെട്ടു. ദൈവജന ശുശ്രൂഷയ്ക്കായി മലബാറിലെ കുടിയേറ്റ പ്രദേശത്തെ ദേവാലയങ്ങളിലായിരുന്നു ആദ്യ നിയമനങ്ങൾ. കാട്ടുമൃഗങ്ങളോടും മാരകരോഗങ്ങളോടും പട്ടിണിയോടും പടവെട്ടി കുടിയേറ്റ ജനതയുടെ സമഗ്ര വികസനത്തിനു വേണ്ടി യത്നിച്ച വർക്കിയച്ചൻ തലശ്ശേരി രൂപത സ്ഥാപിതമായതോടെ കോഴിക്കോട് രൂപതയിൽ നിന്നും അനുഗ്രഹാശിസ്സുകളോടെ തലശ്ശേരി രൂപത വൈദികനായി. കുടിയേറ്റ ജനതയുടെ കഷ്ടപ്പാടുകൾ കണ്ടു മനസ്സിലാക്കിയ അച്ഛൻ തന്റെ മിഷണറി ജീവിതത്തിന്റെ പടയോട്ടം തുടരുകയായിരുന്നു. തിരുസഭയുടെ വളർച്ച ലക്ഷ്യമാക്കി തലശ്ശേരി രൂപതയിൽ ചേർന്ന് പ്രമുഖ സ്ഥാനങ്ങൾ അലങ്കരിച്ച വർക്കിയച്ചനെ താമരശ്ശേരി രൂപതാധ്യക്ഷൻ
മാർ റെമിജിയൂസ് ഇഞ്ചനാനിയിൽ ഓർക്കുന്നതിങ്ങനെയാണ്. ആദരണീയനായ മോൺസിഞ്ഞോർ CJ വർക്കിയച്ചനെ അദ്ദേഹത്തിൻ്റെ ജന്മശതാബ്ദിയോടനുബന്ധിച്ച് അനുസ്മരിക്കുകയും ഓർമ്മകൾ പുതുക്കുകയും ചെയ്യുക വളരെ ആഹ്ലാദം നൽകുകയാണ്. വ്യക്തിപരമായി അച്ഛനെ എനിക്ക് വളരെ അടുത്ത് പരിചയമുണ്ടായിരുന്നു നവീകരണ പ്രസ്ഥാനത്തിലൂടെ. അച്ഛൻ എൻ്റെ ആത്മീയ പിതാവായിരുന്നു എന്നുള്ളത് സന്തോഷത്തോടും അഭിമാനത്തോടും കൂടി ഞാൻ ഓർക്കുകയാണ്. അതുകൊണ്ട് തന്നെ അച്ഛൻ്റെ മനസ്സ് എനിക്ക് വളരെ അടുത്ത് അറിയാമായിരുന്നു. വിശുദ്ധിയുള്ള ആ ജീവിതത്തിൻ്റെ നൈർമല്യം സഭയ്ക്കെന്നും പ്രകാശമായിരുന്നു. പൗലോസ് അപ്പോസ്തലൻ ദൈവത്തിൻ്റെ കൃപകൾ കൊണ്ട് നിറഞ്ഞപ്പോൾ വിനീതനായി പറയുകയാണ്, ഞാൻ പാപികളിൽ ഒന്നാമനാകുന്നു. ഈ വലിയൊരു ആധ്യാത്മികത എല്ലാ അർത്ഥത്തിലും സ്വന്തമാക്കിയ വലിയ ആത്മീയ ആചാര്യനായിരുന്നു മോൺസിഞ്ഞോർ CJ വർക്കി. അദ്ദേഹം തൻ്റെ വിശ്രമ ജീവിതകാലത്ത് ഇപ്രകാരം പങ്കുവെക്കുകയാണ്: ഞാൻ കർത്താവിൻ്റെ കയ്യിലെ ഒരു ഉപകരണം മാത്രമായിരുന്നു. ഞാൻ പാപികളിൽ ഒന്നാമൻ. ഞാൻ പാപിയും ബലഹീനനുമാണ്. എന്നിലൂടെ പ്രവർത്തിച്ചതെല്ലാം ദൈവത്തിൻ്റെ ഇഷ്ടം മാത്രം. 1967 കുളത്തുവയൽ ഇടവകയോട് യാത്ര പറയുമ്പോൾ ഇടവകാംഗങ്ങൾ മനോഹരമായ ഒരു മംഗളപത്രം അദ്ദേഹത്തിന് നൽകി. ആ മംഗളപത്രത്തിൽ അച്ഛൻ എന്തായിരുന്നു സഭയ്ക്കെന്ന് ഉള്ളത് കൃത്യതയോടുകൂടി വരച്ചു വെച്ചിട്ടുണ്ട്. അതിലിപ്രകാരം ഒരു വാക്യം ഇതാണ്: അന്ധകാരത്തിൽ വഴിതെറ്റിയവർക്ക് സ്വർഗീയ പ്രകാശമായിരുന്നു ഞങ്ങളുടെ വർക്കിയച്ഛൻ. അത് മതി. അന്ധകാരത്തിൽ വഴിതെറ്റിയവർക്ക് സ്വർഗീയ പ്രകാശമായിരുന്നു വർക്കിയച്ഛൻ. ഈ മലബാറിലെ സഭയുടെ വളർച്ചയ്ക്ക് വേണ്ടി അദ്ദേഹം ചെയ്ത സംഭാവനകൾ വഴികാട്ടിയായിരുന്നു അദ്ദേഹം. പാദങ്ങൾക്ക് വിളക്ക്, വഴികളിൽ പ്രകാശം എന്ന വാക്യം അക്ഷരാർത്ഥത്തിൽ അച്ഛൻ്റെ ജീവിതത്തിൽ അന്വർത്ഥമാകുന്നത് കാണുവാൻ നമുക്ക് സാധിക്കും. വിദ്യാഭ്യാസമായിരുന്നു അദ്ദേഹത്തെ ഏറ്റവും മുൻപിലേക്ക് കൊണ്ടുവരിക. പ്രേക്ഷിതരെന്ന നിലയിൽ വിദ്യാഭ്യാസ രംഗത്ത് വിദ്യാഭ്യാസം ഒരു വ്യക്തിയുടെ മാത്രമല്ല, ഒരു പ്രദേശത്തിൻ്റെ മുഖച്ഛായ മാറ്റും എന്ന് നമുക്കറിയാം. അപ്പോൾ വിദ്യാഭ്യാസ രംഗത്ത് അദ്ദേഹത്തിന് സംഭാവന അതുല്യമായിരുന്നു. വിദ്യാഭ്യാസത്തിൽ നിരവധി സ്കൂളുകൾ, രൂപതയിലെ വിവിധ ഇടവകളിലെ സ്കൂളുകളെല്ലാം ഒരു ചരടിലേക്ക് കൊണ്ടുവരണം, കോർപ്പറേറ്റ് സംവിധാനം കൊണ്ടുവരണമെന്ന് ആഗ്രഹിക്കുകയും അതിനുവേണ്ടി പരിശ്രമിക്കുകയും അത് പ്രാവർത്തികമാക്കുകയും ചെയ്ത ദിഷണാശാലിയാണ് ബഹുമാനപ്പെട്ട മോൺസിഞ്ഞോർ CJ വർക്കി. അദ്ദേഹം ഈ പ്രദേശത്തിൻ്റെ, ഈ മലബാറിലെ സഭയുടെ വളർച്ചയ്ക്കായിട്ട് ചെയ്ത അതുല്യമായ സംഭാവനകൾ എന്നും അനശ്വരമായി നിലനിൽക്കുക തന്നെ ചെയ്യും. അദ്ദേഹത്തിൻ്റെ അജപാലന പ്രവർത്തനങ്ങൾ മറ്റുള്ള വൈദികർക്ക് മാതൃകയായി, പ്രചോദനമായി, ശക്തിയായി അനുകരിക്കുവാൻ സാധിച്ചു എന്നുള്ളത് ഈ അവസരത്തിൽ സന്തോഷത്തോടു കൂടി ഞാൻ അനുസ്മരിക്കുകയാണ്, ഓർക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ജീവിതം അനശ്വരമാണ്. സൂര്യചന്ദ്രന്മാരുള്ളിടത്തോളം കാലം മോൺസിഞ്ഞോർ CJ വർക്കിയും അനുസ്മരിക്കപ്പെടും, ഓർമ്മിക്കപ്പെടും, ആദരിക്കപ്പെടും. അദ്ദേഹത്തിൻ്റെ നാമം അനശ്വരമാകട്ടെ. നിത്യതയിലിരുന്ന് അദ്ദേഹം നമുക്ക് വേണ്ടി, ഈ പ്രദേശത്തിന് വേണ്ടി സ്വർഗീയ പിതാവിനോട് ആവശ്യപ്പെട്ട് മാധ്യസ്ഥ്യം വഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. 1951 മുതൽ 1967 വരെ 16 വർഷത്തോളം കുളത്തുവയൽ ഇടവക വികാരിയായിരുന്ന അച്ഛൻ ഈ നാടിന്റെ സമഗ്ര വികസനത്തിന് ചെയ്ത സംഭാവനകൾ ഒട്ടേറെയാണ്. ഒരു നാടിന്റെ വികസന കേന്ദ്രമായി മാറിയ ഇടവക ദേവാലയ നിർമ്മാണം ഉൾപ്പെടെ ഒട്ടനവധി പ്രസ്ഥാനങ്ങൾ ഈ നാട്ടിൽ ഉടലെടുക്കാൻ അച്ഛൻ കാരണമായി. യേശുവിന്റെ ചൈതന്യം ഉൾക്കൊണ്ട് പാവങ്ങളോട് പക്ഷം ചേർന്ന് സമൂഹത്തിൽ അവശത അനുഭവിക്കുന്നവർക്കും ആലംബഹീനർക്കും വേണ്ടിയുള്ള നിരവധി പ്രസ്ഥാനങ്ങൾക്ക് അച്ഛൻ തുടക്കം കുറിച്ചു. ഈ ഇടവക സമൂഹത്തിലൂടെ ഈ നാടിന്റെ വളർച്ചയ്ക്ക് അച്ഛൻ നൽകിയ സംഭാവനകളെക്കുറിച്ച് കുളത്തുവയൽ സെയിന്റ് ജോർജ് തീർത്ഥാടന കേന്ദ്രത്തിന്റെ റെക്ടർ ബഹുമാനപ്പെട്ട ജോസ് കാപ്പിലച്ചൻ പറയുന്നതിങ്ങനെ: മോൺസിഞ്ഞോർ CJ
വർക്കിയച്ഛൻ്റെ ജന്മശതാബ്ദി ആഘോഷിക്കുകയാണല്ലോ. മോൺസിഞ്ഞോർ വർക്കിയച്ഛൻ എന്നുള്ള ആ പുരോഹിത ശ്രേഷ്ഠനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ പൗരോഹിത്യ ശുശ്രൂഷ ഈ ഇടവകയിൽ നടത്തിയതിനെക്കുറിച്ച് നമ്മൾ ഓർക്കുമ്പോൾ ഒത്തിരിയേറെ കാര്യങ്ങളാണ് നമ്മുടെ മനസ്സിലേക്ക് ഉയർന്നു വരിക. ഏതാണ്ട് 16 വർഷത്തെ നീണ്ട ഇടവക ശുശ്രൂഷയാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ നമുക്ക് ഏറ്റവും പ്രധാനമായിട്ട് കാണാൻ കഴിയുക. ഇടവക ജനത്തിൻ്റെ സർവോന്മുഖമായ നന്മയ്ക്ക് വേണ്ടി എന്തെല്ലാം ചെയ്യാൻ കഴിയുമോ അത് മുഴുവനും അദ്ദേഹം ഓടി നടന്ന് ചെയ്തു എന്നുള്ളതാണ്. ഈ കുടിയേറ്റ ജനതയ്ക്ക് അന്ന് അനുഭവപ്പെട്ടുകൊണ്ടിരുന്നതായ എല്ലാ ദുഃഖ ദുരിതങ്ങളിലും അദ്ദേഹം ആഴമായിട്ട് പങ്കുചേർന്ന് ഏതെല്ലാം വിധത്തിൽ അവരെ സഹായിക്കാൻ കഴിയുമോ അതെല്ലാം അദ്ദേഹം ചെയ്തു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇവിടെ അതിമനോഹരമായ ഈ ദൈവാലയം അദ്ദേഹം നിർമ്മിച്ചു. ഇത് ലൂർദിലെ പരിശുദ്ധ അമ്മ ബർണർദീത്തായ്ക്ക് പ്രത്യക്ഷപ്പെട്ടതായ ഗുഹയുടെ മുകളിൽ പണിതിരിക്കുന്ന പള്ളിയുടെ രൂപത്തിലാണ് അദ്ദേഹം ഈ പള്ളി പ്ലാൻ ചെയ്തത് എന്ന് നമുക്കറിയാം. അതുകൂടാതെ ഇവിടെ പൊതു നന്മയ്ക്ക് വേണ്ടി പോസ്റ്റ് ഓഫീസ്, അതുപോലെ തന്നെ ഒരു ഹൈസ്കൂള്, പ്രൈമറി സ്കൂള്, ഈ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെല്ലാം അദ്ദേഹത്തിൻ്റെ പ്രയത്നഫലമാണ്. അതിനൊക്കെ വേണ്ടിയിട്ട് അന്ന് എവിടെയും എങ്ങോട്ടും കയറി ചെല്ലാനും ഏത് ഗവൺമെൻറ് ഓഫീസിലും കയറി ചെല്ലാനും കാര്യങ്ങളെല്ലാം നേടിയെടുക്കുവാനുള്ളതായ കർമ്മശേഷി അദ്ദേഹത്തിനുണ്ടായിരുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇടവകയിൽ നിന്ന് ധാരാളം ദൈവവിളികൾ അദ്ദേഹം കണ്ടെത്താൻ ശ്രമിച്ചു. അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ ഒത്തിരി ദൈവവിളികൾ ഈ ഇടവകയിൽ നിന്ന് ഉണ്ടാവുകയും ചെയ്തു. ഒരു ഇതിൽ പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം ചെയ്ത ഒത്തിരിയേറെ കാര്യങ്ങൾ ഈ കുളത്തുവയൽ ഇടവകയുടെ ചരിത്രം മുഴുവനും ഒരു വിധത്തിൽ അദ്ദേഹവുമായിട്ട്, അദ്ദേഹത്തിൻ്റെ ജീവിതവുമായിട്ട്, അദ്ദേഹത്തിൻ്റെ പൗരോഹിത്യ ശുശ്രൂഷയുമായിട്ട് ബന്ധപ്പെട്ടാണ് നിൽക്കുന്നത് എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ജനത്തിൻ്റെ നന്മ എവിടെയെല്ലാം ഏതെല്ലാം വിധത്തിൽ നേടിയെടുക്കാൻ സാധിക്കുമോ അതിനെല്ലാം വേണ്ടി അദ്ദേഹം കഠിനമായ അധ്വാനം ചെയ്തു. ഇതിനെല്ലാം അദ്ദേഹത്തെ പ്രാപ്തനാക്കിയത് അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനാ ജീവിതമാണ്. എല്ലാ ദിവസവും അദ്ദേഹം വിശുദ്ധ കുർബാനയുടെ മുൻപിൽ മണിക്കൂറുകൾ ചെലവഴിച്ച് എല്ലാ ദിവസവും അദ്ദേഹം പ്രാർത്ഥിച്ചു. ആഴമായ ഒരു പ്രാർത്ഥനയുടെ മനുഷ്യനായിരുന്നു അദ്ദേഹം. അതുകൊണ്ട് നമുക്ക് അദ്ദേഹത്തിൻ്റെ ഈ അവസരത്തിൽ, അദ്ദേഹത്തിൻ്റെ ഈ ജന്മശതാബ്ദി നമ്മൾ ആചരിക്കുകയും ആഘോഷിക്കുകയും ചെയ്യുന്ന ഈ അവസരത്തിൽ നമുക്ക് മോൺസിഞ്ഞോർ വർക്കിയച്ഛൻ്റെ എല്ലാവിധ സ്വർഗീയ മാധ്യസ്ഥത്തിനും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. 1962 സെപ്റ്റംബർ 8 കുടുംബ പ്രേക്ഷിത രംഗത്തും വചന പ്രഘോഷണ മേഖലയിലും സമഗ്ര സംഭാവനകൾ നൽകാൻ ബഹുമാനപ്പെട്ട വർക്കിയച്ഛൻ സ്ഥാപിച്ച MSMI സന്യാസിനി സമൂഹത്തിന്റെ സ്ഥാപക ദിനം. യേശുവിന്റെ രക്ഷാകര സ്നേഹം ആഗോളതലത്തിൽ പകർന്നു നൽകാൻ ഈ സന്യാസ സഭയിലൂടെ അച്ഛന് സാധിച്ചു. സന്യാസ സഭയുടെ ബാലാരിഷ്ടതകളെ പ്രാർത്ഥനയുടെ പിൻബലത്തോടെ അതിജീവിച്ച അച്ഛൻ സന്യാസിനികൾക്ക് തന്റെ ജീവിതത്തിലൂടെ പകർന്നു നൽകിയ യേശു ചൈതന്യം ഇന്നും ഇവർ തുടരുന്നു. പ്രേക്ഷിത തീക്ഷ്ണതയാൽ ജ്വലിച്ച് വചനപ്രഘോഷണ രംഗത്ത് പരിശീലന പരിപാടികൾക്ക് നേതൃത്വം നൽകിയ തീക്ഷ്ണശാലിയായ ഈ സുവിശേഷ പ്രഘോഷകനെ കാലം മറക്കില്ല. അച്ഛന്റെ സുന്ദര ഓർമ്മകൾ MSMI സഭയുടെ സുപ്പീരിയർ ജനറൽ മദർ ഫിൻസി ഓർക്കുന്നു. 1962 തിരുസഭയിലാകെ നവീകരണത്തിൻ്റെ കാറ്റ് വീശിക്കൊണ്ടിരിക്കെ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം വിദൂരങ്ങളിലായിരുന്ന CJ വർക്കിയച്ഛനിലും ഉടലെടുത്തു. 16 വർഷം ഒരു ഇടവകയിൽ വികാരിയായിരിക്കുമ്പോൾ കുടുംബത്തിൻ്റെ താളം, കുടുംബത്തിൻ്റെ പോക്ക്, കുടുംബം എപ്രകാരം മുന്നേറണമെന്നൊക്കെ സ്വപ്നം കണ്ട വർക്കിയച്ഛൻ ഈ പ്രദേശത്ത് സന്യാസിനികളുടെ സേവനം ആവശ്യമാണ് എന്നൊരു ചിന്തയോടെ ആരംഭിച്ചതാണ് MSMI സന്യാസിനി സമൂഹം. തനിക്ക് തന്നെ ചെയ്തു തീർക്കുവാൻ സാധിക്കാത്ത അജപാലന ശുശ്രൂഷകളിൽ സഹായത്തിനായി സഹോദരിമാരുണ്ടായിരിക്കുക എന്നത് വളരെ നല്ലതാണെന്നുള്ളൊരു ബോധ്യം അച്ഛൻ്റെ ഉള്ളിൽ ജന്മമെടുത്തു. ആഗ്രഹം വള്ളോപ്പള്ളി പിതാവിനോട് പങ്കുവെക്കുകയും അതിനു വേണ്ടതായ എല്ലാ പിന്തുണയും പിതാവ് തന്നെ നൽകുകയും ചെയ്തു.
അതെ, വചനപ്രഘോഷണത്തിന് അന്ന് വളരെ പ്രാധാന്യം ഇല്ലാതിരുന്ന കാലത്ത് കുടുംബപ്രേഷിതത്തിന് ഊന്നൽ നൽകിക്കൊണ്ടാണ് അച്ഛൻ ഈ സമൂഹം ആരംഭിച്ചത്. MSMI സന്യാസ സമൂഹം ഇന്ന് കടന്നു ചെല്ലാത്ത വേദികളില്ല, കടന്നു ചെല്ലാത്ത ഇടങ്ങളില്ല, രാജ്യങ്ങളില്ല. ഇന്ന് MSMIയിലെ 800-ൽ പരം സിസ്റ്റേഴ്സ് 150 ശാഖാഭവനങ്ങളിലായി 4 രാജ്യങ്ങളിൽ ശുശ്രൂഷ ചെയ്യുന്നുണ്ട്. കുടുംബപ്രേഷിതത്വം മാത്രമല്ല, കുടുംബപ്രേഷിതത്വത്തിലൂന്നി വ്യത്യസ്തങ്ങളായ മേഖലകളിലാണ് അവർ ശുശ്രൂഷ ചെയ്യുക. ഇതിനെല്ലാം പ്രേരണയും പ്രചോദനവും നൽകുന്നത് വർഗീയച്ചനും വർഗീയച്ചൻ്റെ ചിന്തകളും ആശയങ്ങളും മാത്രമാണ്. ചെല്ലുന്ന സ്ഥലങ്ങളിലൊക്കെ കുടുംബ നവീകരണ പ്രവർത്തനങ്ങളിൽ കൂടുതൽ സജീവമായി പ്രവർത്തിക്കുന്നതിന് സഹോദരിമാർക്ക് കൊണ്ട് പരിശീലനം നൽകിയതും മോൺസിഞ്ഞോർ CJ വർഗീയച്ചൻ തന്നെയാണ്. വചനപ്രഘോഷണം ഇന്ന് ആഗോള സഭയിൽ ഫലസമൃദ്ധമായി നിൽക്കുകയാണ്. എത്ര ധ്യാന സെൻ്ററുകൾ MSMI സിസ്റ്റേഴ്സിൻ്റെ തന്നെ നേതൃത്വത്തിൽ നടത്തപ്പെടുന്നു. കേരളത്തിൽ NRC കുളത്തുവയൽ, കോഴിക്കോട് ഗത്സമനി, തൃശ്ശൂർ ജോർദാനിയ, നെല്ലിക്കുറ്റി സിയോൺ എന്നീ ധ്യാന കേന്ദ്രങ്ങളും, മിഷൻ കേന്ദ്രങ്ങളിൽ ബോംബെ, കൽക്കട്ട, ഇൻഡോർ എന്നീ ധ്യാന കേന്ദ്രങ്ങളിലും, അമേരിക്കയിൽ വാടകയ്ക്കെടുത്ത കെട്ടിടത്തിൽ ഒരു ധ്യാന സെൻ്ററും MSMI സിസ്റ്റേഴ്സിൻ്റെ നേതൃത്വത്തിൽ നടത്തപ്പെടുന്നുണ്ട്. ആഘോഷങ്ങളെക്കാൾ ഉപരി ആത്മീയതയ്ക്ക് പ്രാധാന്യം കൊടുത്തിരുന്ന വർഗീയച്ചൻ തൻ്റെ മക്കളോട് ഇപ്രകാരം ആഹ്വാനം ചെയ്യുകയുണ്ടായി: നിങ്ങളുടെ ശാഖാഭവനങ്ങൾ ഓരോ പവർ ഹൗസ് ആയിരിക്കണം. ആ പ്രദേശത്തുള്ള ജനങ്ങൾക്ക് ആത്മീയമായ പ്രേരണ നൽകുക, ആത്മീയമായവരെ വഴി നടത്തുക എന്നതായിരിക്കണം നിങ്ങൾ ഓരോരുത്തരുടെയും ലക്ഷ്യം. ആ ലക്ഷ്യപ്രാപ്തിക്ക് വേണ്ടതായ നവീകരണ പ്രസ്ഥാനങ്ങളിലൂടെയും നവീകരണ പ്രവർത്തനങ്ങളിലൂടെയും സഭാംഗങ്ങളെ നയിക്കുക എന്നതാണ് ഈ കാലഘട്ടത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം. അച്ഛൻ ഞങ്ങളോട് സംസാരിച്ച മറ്റൊരു വാചകം ഞാൻ ഓർമ്മിക്കുകയാണ്. നമ്മൾ ദരിദ്രരാണെങ്കിലും നമ്മേക്കാൾ ദരിദ്രരായവരെ സഹായിക്കുന്നതിൽ നമുക്ക് താല്പര്യമുണ്ടാകണം. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവരെ, ബുദ്ധിമുട്ടുന്നവരെ, ക്ലേശിക്കുന്നവരെ നമ്മുടെ സാമ്പത്തിക പരിതസ്ഥിതിക്ക് അനുസൃതമായി സഹായിക്കുന്നതിന് വേണ്ട മാർഗങ്ങൾ നമ്മൾ കണ്ടെത്തണം. പ്രാർത്ഥനയുടെ മനുഷ്യനായിരുന്നു വർഗീയച്ചൻ. ചെറുതും വലുതുമായ ഏതൊരു കാര്യവും ആരംഭിക്കുന്നതിന് മുമ്പ് അത് ദൈവത്തിന് ഇഷ്ടമാണോ എന്ന് ചോദിച്ചറിയുകയും തിരിച്ചറിയുകയും ചെയ്ത ശേഷം മാത്രമാണ് ഓരോ പ്രവർത്തനങ്ങളും ഓരോ പ്രസ്ഥാനങ്ങളും ആരംഭിക്കുക. അത്തരത്തിലുള്ളൊരു പരിശീലനമാണ് അച്ഛൻ ഞങ്ങൾക്കും അച്ഛനോടടുത്തിരുന്ന എല്ലാ ശുശ്രൂഷകൾക്കും നൽകിയിരുന്നത്. വലിയ മാതൃഭക്തനായിരുന്നു മോൺസിഞ്ഞോർ CJ വർഗീയച്ചൻ. ഏതൊരു പ്രസ്ഥാനവും ആരംഭിക്കുമ്പോൾ പരിശുദ്ധ അമ്മയുടെ സഹായവും മാധ്യസ്ഥവും തേടണമെന്നും ദൈവത്തിൽ വിശ്വസിക്കണമെന്നും ഉദ്ബോധിപ്പിച്ചുകൊണ്ട് അച്ഛൻ ഇപ്രകാരം പറഞ്ഞു: ദൈവത്തിൽ വിശ്വസിക്കുക, പരിശുദ്ധ അമ്മയിൽ ആശ്രയിക്കുക, നിങ്ങൾക്ക് എല്ലാവിധ വിജയങ്ങളും ഉണ്ടാകും, ഭയപ്പെടേണ്ടതില്ല. ഈ വാക്കുകളെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് അച്ഛൻ്റെ ജന്മശതാബ്ദിക്ക് വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ വേളകളിൽ എല്ലാ സഹോദരിമാർക്കും പ്രത്യേകമായ കരുതലുണ്ടാകണം, ശ്രദ്ധയുണ്ടാകണം. അച്ഛൻ പറഞ്ഞു വെച്ച ചൈതന്യം, അച്ഛൻ കാണിച്ചു തന്ന ചൈതന്യം നമ്മൾ ഓരോരുത്തരുടെയും വ്യക്തി ജീവിതത്തിൽ ഉണ്ടായിരിക്കുന്നതിനും മറ്റുള്ളവർക്കത് വ്യക്തമാക്കി കൊടുക്കുന്നതിനും നമ്മുടെ ശുശ്രൂഷാ വേദികളിൽ പ്രതിഫലിക്കുന്നതിനും വേണ്ട ശ്രദ്ധയും ജാഗ്രതയുമാണ് നമുക്കുണ്ടായിരിക്കേണ്ടത്. ഇതിനു വേണ്ട കൃപയും ശക്തിയും വർഗീയച്ചൻ തന്നെ സ്വർഗത്തിലിരുന്ന് പ്രാർത്ഥിക്കുകയും മാധ്യസ്ഥം വഹിക്കുകയും ചെയ്തുകൊണ്ട് ഓരോരുത്തർക്കും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. കാത്തലിക് കരിസ്മാറ്റിക് രംഗത്ത് അച്ഛൻ നൽകിയ സംഭാവനകൾ മറക്കാൻ നമുക്കാവില്ല. ആത്മീയ ശുശ്രൂഷ രംഗത്ത് വരദാനങ്ങൾ ഉപയോഗിച്ചുള്ള ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകി വളർത്തിയ അച്ഛൻ
ഇന്നും ജനമനസ്സുകളിൽ ചിരപ്രതിഷ്ഠ നേടിയിരിക്കുന്നു. സന്യാസ സഭയിലെ അംഗങ്ങളെ മാത്രമല്ല, അൽമായ പ്രേഷിതരെയും വളർത്തിക്കൊണ്ടുവരുവാൻ അച്ഛൻ കാണിച്ച താൽപ്പര്യം ശാലോം ശുശ്രൂഷകളുടെ സ്ഥാപകനും വർക്കിയച്ഛന്റെ ആത്മീയ പുത്രനുമായ ഷവലിയർ ബെന്നി പുന്നത്ര ഓർമ്മിക്കുന്നതിങ്ങനെയാണ്. കത്തോലിക്ക കരിസ്മാറ്റിക് നവീകരണത്തിൻ്റെ ദേശീയ ഉപദേശക സമിതി അംഗം, കേരള അഡ്വൈസറി ബോർഡ് മെമ്പർ, കോഴിക്കോട് മേഖലയുടെ സ്പിരിച്വൽ ഡയറക്ടർ, മലബാറിലെ ആദ്യത്തെ ധ്യാന കേന്ദ്രമായ കുളത്തുവയൽ NRCയുടെ സ്ഥാപക ഡയറക്ടർ എന്നീ നിലകളിൽ വർക്കിയച്ഛൻ സഭാ നവീകരണ രംഗത്ത് വളരെ വലിയ ഒരു സംഭാവനയാണ് നൽകിയിട്ടുള്ളത്. പ്രത്യേകിച്ചും പരിശുദ്ധാത്മാവ് എന്നത് പുസ്തകങ്ങളിലൂടെ മാത്രം പരിചയപ്പെട്ടിരുന്നൊരു കാലഘട്ടത്തിൽ പരിശുദ്ധാത്മാവിനെ കൂടാതെ മനുഷ്യൻ്റെ കഴിവുകൊണ്ട് വിജയകരമായ ക്രൈസ്തവ ജീവിതം അസാധ്യമെന്ന് അച്ഛൻ പഠിപ്പിച്ചു. സാധാരണക്കാരിലേക്ക് അരൂപിയുടെ പ്രവർത്തനങ്ങളെ പരിചയപ്പെടുത്തുവാനും വരദാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ക്രിസ്തീയ ജീവിതത്തെ കൂടുതൽ ശക്തിപ്പെടുത്തുവാനുമായി അച്ഛൻ വളരെയധികം പരിശ്രമിക്കുകയുണ്ടായി. അതിനുവേണ്ടി അരൂപിയുടെ വരദാനങ്ങളെക്കുറിച്ചുള്ള ആഴമായ അവബോധം ദൈവജനത്തിന് കൊടുക്കുന്നതിന് വേണ്ടി കേരളത്തിൽ ആദ്യമായി വരദാന വളർച്ചാ ധ്യാനം രൂപപ്പെടുത്തിയത് വർക്കിയച്ഛനാണ്. അതുപോലെ തന്നെ പരിശുദ്ധാത്മാവിൻ്റെ ജ്ഞാനവരങ്ങളെയും മനഃശാസ്ത്രപരമായ അറിവുകളെയും സമന്വയിപ്പിച്ചുകൊണ്ട് ഒരു സ്പിരിച്വൽ കൗൺസിലിംഗ് രീതി വർക്കിയച്ഛൻ ആവിഷ്കരിക്കുകയുണ്ടായി. അദ്ദേഹത്തിൻ്റെ ഈ കൗൺസിലിംഗ് കോഴ്സിലൂടെ വൈദികരും സിസ്റ്റേഴ്സും അൽമായ ലീഡേഴ്സും അടക്കം വലിയ ഒരു സമൂഹത്തെ ഫലപ്രദമായ ക്രിസ്തീയ ശുശ്രൂഷയ്ക്ക് വേണ്ടി അച്ഛൻ്റെ ജീവിതകാലത്ത് അച്ഛൻ ഒരുക്കിയിട്ടുണ്ട്. ധ്യാനഗുരുക്കന്മാരുടെ ധ്യാനഗുരുവായിരുന്നു അദ്ദേഹം കേരളത്തിൽ മാത്രമല്ല വിദേശ രാജ്യങ്ങളിലെല്ലാം കരിസ്മാറ്റിക് നവീകരണത്തിലൂടെ സഭയെ ഉണർത്തുവാനും സഭാജനത്തെ വളർത്തുവാനുമായി അക്ഷീണം പരിശ്രമിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനാ ജീവിതം, അദ്ദേഹത്തിൻ്റെ ദൈവ തിരുമനസ്സിനോടുള്ള പൂർണ്ണമായിട്ടുള്ള വിധേയത്വം, സഭയോടുള്ള വിശ്വസ്തത, ഇതൊക്കെ എല്ലാ കാലഘട്ടത്തിലുമുള്ള ആത്മീയ ശുശ്രൂഷകർക്ക് പ്രചോദനം നൽകുന്ന ഒരു വസ്തുതയാണ്. അദ്ദേഹത്തോടൊപ്പം ജീവിക്കുമ്പോൾ അദ്ദേഹത്തോടൊപ്പം പ്രവർത്തിച്ചവർക്ക് ഇന്നും വർക്കിയച്ഛനെക്കുറിച്ചുള്ള ഓർമ്മകൾ ആവശ്യമുണർത്തുന്നുണ്ട്. കാരണം ദൈവ തിരുമനസ്സ് നിറവേറ്റാൻ വേണ്ടി എന്തുമാത്രം നഷ്ടപ്പെടുത്താനും കഷ്ടപ്പെടാനും തയ്യാറുള്ള ദൈവ തിരുമനസ്സിൻ്റെ ഒരു പ്രവാചകനായിരുന്നു വർക്കിയച്ഛൻ. അദ്ദേഹത്തിൻ്റെ ജന്മശതാബ്ദി വർഷത്തിലേക്ക് പ്രവേശിക്കുന്ന ഈ വേളയിൽ അദ്ദേഹത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ, അദ്ദേഹത്തിൻ്റെ ജീവിതത്തെക്കുറിച്ചുള്ള പഠനങ്ങൾ തീർച്ചയായും അദ്ദേഹത്തെ നയിച്ചിരുന്ന ആ ചൈതന്യം സ്വന്തമാക്കുവാനും ഈ കാലഘട്ടത്തിന് ഒരു അനുഗ്രഹമായി തീരുവാനും ഇടവരുത്തും. അതിനുവേണ്ടി നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. കുടിയേറ്റ ജനതയുടെ മക്കൾക്ക് ഉന്നത വിദ്യാഭ്യാസത്തിന് സാഹചര്യമില്ലാതിരുന്ന കാലത്ത് വിദ്യാഭ്യാസ രംഗത്ത് അച്ഛൻ ചെയ്ത സംഭാവനകൾ കുളത്തുവയൽ പ്രദേശത്തുള്ളവർക്ക് മറക്കാനാവില്ല. പ്രാഥമിക വിദ്യാഭ്യാസം തുടങ്ങി ഡിഗ്രി പഠനം വരെ ഈ നാട്ടിൽ തുടരാൻ അച്ഛൻ്റെ ദീർഘവീക്ഷണവും ഉത്സാഹവും എത്രയോ വലുതായിരുന്നുവെന്നും കലാസാംസ്കാരിക വളർച്ചയ്ക്ക് അച്ഛൻ്റെ പങ്കാളിത്തവും അച്ഛൻ്റെ സന്തത സഹചാരിയായിരുന്ന രമണൻ സാർ പങ്കുവെക്കുന്നതിങ്ങനെയാണ്. യശശരീരനായ റവറൻ ഫാദർ CJ വർക്കി, നാട്ടുകാരുടെ പ്രിയപ്പെട്ട വർക്കിയച്ഛൻ, അദ്ദേഹത്തിൻ്റെ ജന്മശതാബ്ദി ആഘോഷത്തിൻ്റെ ഭാഗമായി ജൂൺ മാസം 11-ാം തീയതി നടക്കുന്ന ചടങ്ങിൽ അനുബന്ധിച്ച് അദ്ദേഹത്തെ സംബന്ധിച്ച് എൻ്റെ ഓർമ്മയിൽ വരുന്ന ചില കാര്യങ്ങൾ പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. വർക്കിയച്ഛനെ സംബന്ധിച്ചിടത്തോളം കുളത്തുവയൽ ഇടവക വികാരിയച്ഛൻ, തലശ്ശേരി രൂപത കോർപ്പറേറ്റ് മാനേജർ, മോൺസിഞ്ഞോർ, സിസ്റ്റേഴ്സ് ഓഫ് മേരി ഇമാക്കുലേറ്റ് സഭാധ്യക്ഷൻ, അശരണരായിട്ടുള്ള ആൾക്കാരുടെ അത്താണി, സാംസ്കാരിക നേതാവ്, ഇതിനെല്ലാം പുറമെ മികച്ച ഒരു വിദ്യാഭ്യാസ പ്രവർത്തകൻ എന്നിങ്ങനെയുള്ള രീതിയിലെല്ലാമാണ് ഞാൻ അദ്ദേഹത്തെ ഓർക്കുന്നത്. 1962-ലാണ് ഞാൻ അദ്ദേഹത്തെ ആദ്യമായി കാണുന്നത്. ഞാൻ 5-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അന്ന് വികാരിയച്ഛൻ ആയിട്ട് അദ്ദേഹം ഞാൻ പഠിക്കുന്ന ക്ലാസ്സിൻ്റെ പുറത്തുകൂടി വരുമ്പോൾ ആ ബിൽഡിംഗ് മുഴുവൻ നിശബ്ദമാകുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടായിരുന്നത്.
എല്ലാ ദിവസവും ഇത് സംഭവിക്കാറുണ്ടായിരുന്നു. അന്നൊക്കെ ഞങ്ങൾ മനസ്സിലാക്കിയത് കെട്ടിടം മുഴുവൻ നിശബ്ദമാകുന്ന അവസരത്തിൽ അച്ഛൻ വരുന്നുണ്ട് എന്ന് തന്നെയായിരുന്നു. ഒരു വിദ്യാഭ്യാസ പ്രവർത്തകൻ എന്ന രീതിയിൽ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം കുളത്തുവയലിൽ മാത്രമായിരുന്നില്ല, കുളത്തുവയൽ ഇടവകയുടെ വിവിധ ഭാഗങ്ങളിൽ ഓഞ്ഞിലി സ്കൂളിലൊരു LP സ്കൂള്, നരിനട മറ്റൊരു LP സ്കൂള്, ചക്കട്ടപ്പാറ സ്കൂള്, ഇന്നിങ്ങനെയുള്ള സ്കൂളുകളിലൊക്കെ അദ്ദേഹം സഞ്ചരിക്കുമായിരുന്നു. എപ്പോഴും ചടുലമായിട്ടുള്ള ഒരു പെരുമാറ്റമായിരുന്നു അദ്ദേഹത്തിനുണ്ടായിരുന്നത്. വിശ്രമിച്ചിരിക്കുന്ന ഒരു സ്വഭാവമേ അദ്ദേഹത്തിനുണ്ടായിരുന്നില്ല. എന്നെ അതിശയിപ്പിക്കുന്ന മറ്റൊരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, ഒരു കാലഘട്ടം ഈ പ്രദേശത്ത് റോഡില്ല, വിദ്യാഭ്യാസ സൗകര്യങ്ങളില്ല. ഇവിടുന്നൊക്കെ വിദ്യാഭ്യാസത്തിന് പോകണമെന്നുണ്ടെങ്കിൽ കോഴിക്കോട് ദേവഗിരി കോളേജിൽ പോവുകയോ അല്ലെങ്കിൽ പ്രൊവിഡൻസ് കോളേജിലോ നിർമ്മലഗിരി കൂത്തുപറമ്പ് കോളേജിലോ ഒക്കെ പോകേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ ഈ കാലഘട്ടത്തിലൊക്കെ ഈ കഷ്ടപ്പാട് മുൻകൂട്ടി കണ്ടുകൊണ്ട് അദ്ദേഹം ഇവിടെ ഒരു കോളേജ് വേണം എന്ന ഒരു നിഷ്ഠയോടുകൂടി അദ്ദേഹം എന്നോട് സംസാരിക്കുകയും അതനുസരിച്ച് നിർമ്മല കോളേജ് എന്ന പേരിൽ വിമലാലയം കോൺവെൻറ്റിനോട് ചേർന്ന് അതിമനോഹരമായൊരു പുതിയ കെട്ടിടം നിർമ്മിച്ച് അവിടെ നിർമ്മല കോളേജ് സ്റ്റാർട്ട് ചെയ്യുകയാണുണ്ടായത്. പ്രീ ഡിഗ്രി വരെയുള്ള പഠന കാലഘട്ടത്തിൽ ഇവിടെ പഠിക്കുന്നതിന് വേണ്ടിയിട്ട് മലയോര മേഖലയുടെ വിവിധ ഭാഗങ്ങൾ അങ്ങ് മുള്ളംകുന്ന് മുതൽ താമരശ്ശേരി വരെയുള്ള പ്രദേശങ്ങളിൽ നിന്നും ഇതിനൊക്കെ പുറമെ കണ്ണൂർ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുമൊക്കെ ഇവിടെ വിദ്യാർത്ഥികൾ വരുമായിരുന്നു. അതിൽ വളരെ അത്യാവശ്യമായി വേണ്ടുന്നവർക്കൊക്കെ കോൺവെൻറ്റിൽ പെൺകുട്ടികൾക്ക് ഹോസ്റ്റൽ സൗകര്യം കൊടുക്കുമായിരുന്നു. അങ്ങനെ കല്ലാനോട് ഭാഗത്തു നിന്ന് 8-10 കിലോമീറ്റർ നടന്ന് ഇവിടെ വരിക. അന്ന് പാരലൽ കോളേജ് എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം ഇവിടെയോ പേരാമ്പ്രയോ അതല്ല കോഴിക്കോട് MB ട്യൂട്ടോറിയൽ കോളേജ് ഉള്ളതായിട്ട് ഞാൻ ഓർക്കുന്നു. അതല്ലാതെ മറ്റൊന്നും അന്ന് ഇങ്ങനെ ഒരു പാരലൽ കോളേജായിട്ട് ഉണ്ടായിരുന്നില്ല. ഇതിലൊക്കെ ഏറ്റവും എന്നെ അതിശയിപ്പിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, കായിക രംഗത്ത് അന്നത്തെ കാലഘട്ടത്ത് മലയോര മേഖലയിലെ വളരെ ആരോഗ്യമുള്ള വിദ്യാർത്ഥികൾ, ചെറുപ്പക്കാർ, അവരെയെല്ലാം കായിക രംഗത്ത് പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ മലയുടെ മുകളിൽ സരസ് ജോർജിയ എന്ന പേരിൽ അതിമനോഹരമായിട്ടുള്ള ഒരു നീന്തൽക്കുളം സൃഷ്ടിച്ചെടുത്തു എന്നുള്ളതാണ്. ഇതിനു പുറമെ സാംസ്കാരിക രംഗത്ത് അദ്ദേഹം ചെയ്തിട്ടുള്ള കാര്യങ്ങൾ, അതിൽ സ്പോർട്സ് കാര്യത്തിന് അദ്ദേഹത്തിന് വലിയ താല്പര്യമായിരുന്നു. അതിന് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ പേരിൽ CJ വർക്കി മെമ്മോറിയൽ എവർ റോളിംഗ് ട്രോഫി എന്ന് പറയുന്ന ഒരു വോളിബോൾ ടൂർണമെൻറ്റ് വരെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ പ്രദേശത്തെ പ്രഗത്ഭരായിട്ടുള്ള വോളിബോൾ താരങ്ങളെ അവർക്കെല്ലാവർക്കും കോച്ചിങ് കൊടുക്കുക, അതുപോലെ ഒരു സ്പോർട്സ് ക്ലബ്ബ്, ആർട്സ് ക്ലബ്ബ് രൂപീകരിക്കാനുള്ള കെട്ടിടം ഫ്രീ ആയിട്ട് കൊടുക്കുക എന്നിങ്ങനെയൊക്കെയുള്ള സ്ഥല സൗകര്യങ്ങളും സാഹചര്യങ്ങളും സൃഷ്ടിച്ചു കൊടുത്തിട്ട് അവരുടെ കളി കാണാനായിട്ട് എന്നും വൈകുന്നേരം വന്ന് കളി കാണുക. അതുപോലെ ഇവരെയെല്ലാം സംഘടിപ്പിച്ച് അവരോടെല്ലാം അച്ഛൻ്റെ ആ ഒരു ഉത്സാഹം കണ്ടു കഴിഞ്ഞാൽ ഈ ആൾക്കാരെല്ലാം സംഘടിക്കും. അതുപോലെ എല്ലാവരും സ്നേഹിച്ചും സാഹോദര്യത്തോടു കൂടിയും പെരുമാറുന്ന ഒരു സാഹചര്യവും കൂടി അവിടെ അന്തരീക്ഷം ഉണ്ടായിരുന്നു. അവിടെ ഹിന്ദുവെന്നോ മുസ്ലിമെന്നോ ക്രിസ്ത്യാനിയെന്നോ ഒന്നുമില്ല. അവരെല്ലാം കളിക്കാൻ വരുന്ന എല്ലാം ഒരേ മനസ്സോടുകൂടി വന്ന് കളിക്കാനുള്ള നല്ല വോളിബോൾ കോർട്ട്. ഇതിലൊക്കെ ഉപരി കുളത്തുവയൽ ഹൈസ്കൂൾ വളരെ ഉയരത്തിലുള്ള ഒരു കുന്നിൻ്റെ മുകളിലാണ്. അവിടെ ഒരു കോർട്ട്, ഒരു ഫുട്ബോൾ കോർട്ട് നിർമ്മിക്കുക എന്ന് പറഞ്ഞാൽ അത് വളരെ ബുദ്ധിമുട്ടാണ്. എന്നാൽ സ്കൂളിൻ്റെ അടുത്ത് നിന്ന് ഏതാണ്ട് 1/2 കിലോമീറ്ററിലധികം ദൂരത്തിലുള്ള ഒരു സ്ഥലത്ത് പുൽമൈതാനമായിട്ട് അതിമനോഹരമായ ഒരു കോർട്ട് അദ്ദേഹം തയ്യാറാക്കി. ഏതായാലും ഒരു കാര്യമുണ്ട്, ഇന്ന് നിർമ്മല കോളേജിൽ നിന്ന് ഡിഗ്രി പാസ്സായി പോയിട്ടുള്ള, അവിടെ വിദ്യാഭ്യാസം നടത്തിയിട്ടുള്ള പല ആൾക്കാരും കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നല്ല നിലയിൽ പ്രവർത്തിക്കുന്നുണ്ട്. വർക്കിയച്ഛനെ എന്നും ഓർമ്മിക്കാതിരിക്കുകയില്ല. അദ്ദേഹം നൽകിയ ആ ഉപദേശങ്ങൾ, അദ്ദേഹത്തിൻ്റെ ആദർശങ്ങൾ എപ്പോഴും വിദ്യാഭ്യാസ രംഗത്തെന്ന് മാത്രമല്ല കലാകായിക രംഗത്തും നിലനിൽക്കുമെന്നുള്ള ഒരു വിശ്വാസം എനിക്കുണ്ട്. ആത്മീയതയുടെ ആഴങ്ങൾ തേടിയുള്ള അച്ഛൻ്റെ യാത്ര 89-ാം വയസ്സുവരെ തുടർന്നുകൊണ്ടിരുന്നു. ഈടുറ്റ വായനയിലും അച്ഛൻ ബദ്ധശ്രദ്ധനായിരുന്നു. ഉന്നതമായ കാഴ്ചപ്പാടുകളുടെയും ചിന്തകളുടെയും വ്യക്തിയായിരുന്ന വർക്കിയച്ഛൻ ദൈവഹിതം മാത്രം തേടിയ ആത്മീയ ആചാര്യനായിരുന്നു. പുതിയ കാര്യങ്ങളെ സ്വപ്നം കണ്ട് തുറന്ന മനസ്സോടെയും ആത്മധൈര്യത്തോടെയും വെല്ലുവിളികളെ നേരിട്ട് വിജയിച്ച ഈ ആത്മപ്രേഷിതന്റെ ഓർമ്മകൾക്ക് മുൻപിൽ കൂപ്പുകരങ്ങളോടെ നമുക്ക് നന്ദി അർപ്പിക്കാം. വിശുദ്ധിയുടെ നറുമണം പരത്തുന്ന മോൺസിഞ്ഞോർ CJ വർക്കിയച്ഛൻ്റെ ജന്മശതാബ്ദി വർഷത്തിൽ നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. പുണ്യചരിതമായ ഈ ജീവിതത്തെ നമുക്ക് മാതൃകയാക്കാം. കാലം മറക്കാത്ത
ഒരു നൂറ്റാണ്ടിൻ്റെ ആത്മപ്രേഷിതന്റെ ഓർമ്മകൾക്ക് മുൻപിൽ കൂപ്പുകരങ്ങളോടെ.